അരുംകൊലയുടെ ബാക്കി പത്രം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 5 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. സുരേഷ്, ജിജിൻ, അനിൽ, ശ്രീരാഗ്, അശ്വിൻ എന്നിവരുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. നേരത്തെ പിടിയിലായ സജി ജോർജിനെ ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനു ഭരത് ചേരുകയാണ്. മനു, 5 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവർക്ക് ഏത് രീതിയിലാണ് ഈ കൊലപാതകവുമായി ബന്ധമെന്നാണ് പോലീസ് പറയുന്നത്? ഇവർക്ക് നേരിട്ട് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. ഇവരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. കൂടുതൽ മൊഴികളും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ കല്യാട്ട് സ്വദേശികളായ ജിജിൻ, അനിൽ, ശ്രീരാഗ്, അശ്വിൻ എന്നിവരുടെ അറസ്റ്റാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയത്. കണ്ണൂർ ആലക്കോട് സ്വദേശി സുരേഷിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇന്ന് മൊത്തം 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം കേസിൽ ഇന്നലെ അറസ്റ്റിലായ സജി ജോർജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്ക് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്, അതായത് കൊലപാതകം നടത്തിയ സംഘത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇന്ന് കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് കോടതി ഇയാളെ 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താനാണ് കസ്റ്റഡി വേണ്ടത് എന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. കൂടുതൽ രക്തസാമ്പിളുകൾ ശേഖരിക്കാനുണ്ട്, അത്തരത്തിൽ ശാസ്ത്രീയ ഫോറൻസിക് പരിശോധനകൾ നടത്താനുണ്ട്. അതുകൊണ്ട് 6 ദിവസത്തെ കസ്റ്റഡി വേണം എന്നായിരുന്നു പോലീസ് ആവശ്യം. ഈ ആവശ്യം പരിഗണിച്ചാണ് ഹോസ്ദുർഗ് 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ 6 ദിവസത്തേക്ക് വിട്ടിട്ടുള്ളത്, പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഈ 27-ാം തീയതി 5 മണിയോടുകൂടി പ്രതിയെ വീണ്ടും ഹാജരാക്കണം, വൈദ്യപരിശോധന റിപ്പോർട്ട് സഹിതം ഹാജരാക്കണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമീന, പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പിടിയിലായ സജി ജോർജിനെ ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് CPM നേതാവ് നടത്തിയ കൊലവിളി പ്രസംഗം പുറത്തുവന്നു. ഇനിയും ക്ഷമ പരീക്ഷിച്ചാൽ ചിതയിൽ വെക്കാൻ ബാക്കിയുണ്ടാകില്ലെന്നാണ് ഭീഷണി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫയുടെ പ്രസംഗമാണ് പുറത്തുവന്നിരിക്കുന്നത്. പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തുനിന്ന് റോക്കറ്റ് പോലെ CPIM കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്ലോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റ ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിറയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത നേരത്ത് കയറിപ്പോകും. കഴിഞ്ഞ ജനുവരി 7-ന് VPP മുസ്തഫ കല്യോട്ട് നടത്തിയ പ്രസംഗമാണിത്. പ്രാദേശിക CPM നേതാക്കളായ പീതാംബരനെയും സുരേന്ദ്രനെയും ആക്രമിച്ചതിന് പകരം ചോദിക്കുമെന്ന് പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. തിരിച്ചടി അതിശക്തമായിരിക്കും എന്നാണ് താക്കീത്. കേൾക്കുന്ന കോൺഗ്രസുകാരും കേൾക്കാത്ത കോൺഗ്രസുകാരോട് സമാധാന യോഗത്തെ വിളിച്ചിട്ട് ബേക്കർ SIയും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് CPM പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേസെടുത്താലും പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് CPMന്റെ സ്വഭാവം രീതിയൊക്കെ അറിയാം. പ്രസംഗം CPM പ്രവർത്തകർ തന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കൊലവിളി പ്രസംഗത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. മുസ്തഫയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ SPക്ക് പരാതി നൽകി. മനു ഭരത്, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് ഇരട്ടക്കൊലപാതക കേസ് പ്രതി പീതാംബരന്റെ കുടുംബത്തെ സന്ദർശിച്ചതായി CPM നേതാക്കളുടെ സ്ഥിരീകരണം. നേതാക്കളുടെ സന്ദർശനത്തെ തുടർന്ന് കുടുംബം പാർട്ടിക്കെതിരെയുള്ള നിലപാട് മാറ്റി. പാർട്ടിക്ക് വേണ്ടി പീതാംബരൻ കുറ്റമേറ്റെടുക്കുകയാണ് എന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. CPMന്റെ മുൻ MLA KV കുഞ്ഞിരാമൻ നേരിട്ടെത്തിയാണ് കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമായി. കുടുംബത്തെ സന്ദർശിച്ച കാര്യം KV കുഞ്ഞിരാമൻ ന്യൂസ് 18നോട് സമ്മതിച്ചു. എന്നാൽ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടില്ല. പീതാംബരന്റെ അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളതിനും അപ്പുറം ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായ സഹായ വാഗ്ദാനമോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളോ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ നായർ എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം. CPM നേതാക്കളുടെ സന്ദർശനത്തെ തുടർന്ന് കുടുംബം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നിർത്തി. ആദ്യത്തെ പ്രസ്താവന പെട്ടെന്നുണ്ടായ ദുഃഖത്തെ തുടർന്ന് എന്നാണ് CPM നേതാക്കളുടെ ഇപ്പോഴത്തെ മറുപടി. മനു ഭരത്, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന് കുടുംബാംഗങ്ങൾ. ഹൈക്കോടതിയെ സമീപിക്കാൻ കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ തീരുമാനിച്ചു. കൊലപാതകത്തിൽ ഉദുമ MLA കുഞ്ഞിരാമന്റെ പങ്ക് പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. CBI അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു.
ഇരട്ടക്കൊലപാതകത്തിൽ നിലവിലെ അന്വേഷണത്തിൽ അതൃപ്തി വ്യക്തമാക്കിയാണ് കൃപേഷിന്റെ പിതാവ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. അന്വേഷണം പീതാംബരനിലും സുഹൃത്തുക്കളിലും ഒതുക്കുന്നുവെന്നാണ് പരാതി. കൊലയ്ക്ക് പിന്നിൽ കൊട്ടേഷൻ സംഘമാണ് എന്ന് മുറിവുകൾ വ്യക്തമാക്കുന്നു. ഉന്നതരുടെ ഇടപെടലും മറ്റു ജില്ലയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയുള്ള ഗൂഢാലോചനയും പുറത്തുവരണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയെ സമീപിക്കുക. ഈ വീണ ചോരക്കില്ല നീതി എൻ്റെ മോനെ കിട്ടണം. ഈ ഗൂഢാലോചന ചെയ്യിച്ചവരും ഈ പൈസ ചെലവാക്കിയവരും എല്ലാം ഈ രംഗത്ത് പുറത്തു വരണം. അതുമാത്രമേ എനിക്ക്. അപ്പോൾ CBI അന്വേഷിച്ചാലേ ഇതെല്ലാം പുറത്തു വരും. MLA കൃത്യമായിട്ടും ഒരു പങ്കുണ്ടെന്നില്ല, എൻ്റെ വ്യക്തമായ തെളിവ് സഹിതമല്ല അവരെ എടുത്ത പരിപാടിക്ക് വരാത്തതും അതിലൂടെ കൈവെട്ടണം എന്ന് പറഞ്ഞിട്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടില്ലേ. സംഭവത്തിൽ ഉദുമ MLA K. കുഞ്ഞിരാമനെ കേന്ദ്രീകരിച്ചുള്ള ആക്ഷേപത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി. ഉദുമ MLA കുഞ്ഞിരാമന്റെ പങ്ക് എന്താണ് എന്ന് അന്വേഷിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറാകുന്നില്ല. ഉദുമ MLA കുഞ്ഞിരാമന്റെ പ്രേരണയിലാണ് ഈ കുറ്റം നടന്നതെന്ന് മരിച്ച കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ പറയുന്നു. CBI അന്വേഷണം എന്ന ആവശ്യത്തോട് ഇപ്പോൾ പ്രതികരിക്കാൻ ഇല്ല എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. ആർക്കെങ്കിലുമെതിരെ തെളിവുണ്ടെങ്കിൽ അത് പോലീസിനാണ് നൽകേണ്ടത് എന്നായിരുന്നു ഉദുമ MLAക്കെതിരെയുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മറുപടി. ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് വല്ല വിവരവും ഉണ്ടെങ്കിൽ അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയാണ് വേണ്ടത്. അതിനു പകരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് അന്വേഷണം നടത്തുന്ന രീതി, അത് കൊണ്ടൊരു അന്വേഷണവും ഫലപ്രദമാകില്ല. CBI അന്വേഷണം എന്ന ആവശ്യം ശക്തമാകുമ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാനാണ് സർക്കാരിന്റെ നീക്കം. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 3 പ്രതികളും CPM അനുഭാവികളാണ്. കേസ് CBIക്ക് കൈമാറണം എന്ന ആവശ്യം ശക്തമാകുമ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് സർക്കാർ നീക്കം. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ച് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കൊലപാതകത്തിൽ സർക്കാരിനെതിരെയുള്ള രോഷം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. റവന്യൂ മന്ത്രിയുടെ സന്ദർശനത്തിൽ തെറ്റില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ പ്രതിനിധിയായിട്ടാണ് മന്ത്രി പോയതെന്ന് LDF കൺവീനർ A. വിജയരാഘവനും പറഞ്ഞു. അപ്രതീക്ഷിതമായിരുന്നു റവന്യൂ മന്ത്രിയുടെ സന്ദർശനം. ആദ്യം കൃപേഷിന്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി കൃപേഷിന്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ മന്ത്രി കൊലപാതകത്തെ രാഷ്ട്രീയ പ്രശ്നമായി മാത്രം കാണരുതെന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പെരിയയിൽ നടന്നതെന്നും മന്ത്രി. കൊലപാതകത്തെ ഒരു പാർട്ടിയോ ഒരു ഗവൺമെന്റോ ഒരിക്കലും അംഗീകരിക്കില്ല. യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും, ഇത് വളരെ ദാരുണമായ സംഭവമാണ്. ഈ കൃത്യത്തെ അംഗീകരിക്കാനേ കഴിയില്ല. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ അവസാനമായ ഒരു വാക്ക് പറഞ്ഞു, ഇത് ഞാൻ തീർച്ചയായും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന്. അതുമാത്രമേ പറയാനുള്ളൂ. ശരത് ലാലിന്റെ വീടും മന്ത്രി സന്ദർശിച്ചു. മന്ത്രിയുടെ സന്ദർശനത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സ്വാഗതം ചെയ്തു. സ്ഥിതി പുനഃസ്ഥാപിക്കാൻ ആണ് ഗവൺമെന്റ് പ്രതിനിധികളും അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളും മുൻകൈ എടുക്കേണ്ടത്. അത്തരം നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ പോവുകയല്ലേ വേണ്ടത്. പോയതിലെന്താണ് തെറ്റ്? എന്നാൽ മന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയമായി നല്ല സന്ദേശമാണോ നൽകുന്നത് എന്ന ചോദ്യത്തോട് LDF കൺവീനർ A. വിജയരാഘവൻ പ്രതികരിച്ചത് ഇങ്ങനെ: ഒരു മന്ത്രി എന്ന സർക്കാരല്ലേ, അതാണ് നല്ല സന്ദേശം എന്ന് കരുതിക്കൂടെ. LDF നേതാവ് പോയി, UDF നേതാവ് പോയി എന്നല്ല, ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ്. പെരിയ കൊലപാതകത്തിൽ സർക്കാരും ഇടതുമുന്നണിയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലായതോടെ തടിയുരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് റവന്യൂ മന്ത്രിയുടെ സന്ദർശനം എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കാസർഗോഡ്, തിരുവനന്തപുരം. കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുന്നത് തെറ്റായ പ്രവണതയല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മന്ത്രിയുടെ സന്ദർശനം നാട്ടുകാരനെന്ന നിലയിൽ അതിനെ തെറ്റായ രീതിയിൽ കാണേണ്ടതില്ല. കേസിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും കാനം കോഴിക്കോട് പറഞ്ഞു. ഒരാൾ പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമല്ലേ, അത് നമ്മൾ പിന്തുണയ്ക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം ആ പ്രദേശത്തെ ഒരു ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ പോയി. കേരള പോലീസിനെ തള്ളിയിട്ട് CBI വേണമെന്ന് കേരളത്തിലെ ഗവൺമെന്റിന് തീരുമാനിക്കാൻ ഇപ്പോൾ പറ്റിയില്ല. കൊലപാതക വിഷയം ചൂണ്ടിക്കാണിച്ച് CPMനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊല്ലപ്പെട്ട പ്രവർത്തകരുടെ വീടുകൾ VM സുധീരനും VD സതീശനും സന്ദർശിച്ചു. പെരിയയിലെ ഇരട്ടക്കൊലയിൽ CPMനുള്ള മറുപടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ സാംസ്കാരിക നായകരുടെ മൗനം ചൂണ്ടിക്കാണിച്ചായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ കൂട്ടായ്മ. സാഹിത്യ അക്കാദമി മുൻ ചെയർമാൻ പെരുമ്പടവം ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൊടിയുടെ നിറം നോക്കി പ്രതികരിക്കുന്നവരാണ് കേരളത്തിലെ സാംസ്കാരിക നായകരെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 2 കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഒരു സാംസ്കാരിക നായകന്റെയും
നാവ് ചലിച്ചില്ലല്ലോ എന്നോർത്ത് കേരളം തല താഴ്ത്തുകയാണ്. ഇതാണോ ഇവർ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് സാഹിത്യ നായകന്മാർക്ക് ശരിയുടെ പാത തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല? കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീടുകൾ KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും VD സതീശൻ MLAയും സന്ദർശിച്ചു. ഇതേക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കാൻ അവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് കാതലായ പ്രശ്നം. ഏതായാലും ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അവരുടെ മുൻ നിലപാടുകളൊക്കെ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കൂട്ടായ്മകളും പ്രചാരണവും സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പെരിയ ഇരട്ട കൊലപാതകത്തിൽ ഉദുമ MLAയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഉന്നത അഭിഭാഷക സംഘത്തെ കോൺഗ്രസ് നിയമിക്കും. ഡമ്മി പ്രതികളെ ഹാജരാക്കുന്ന പതിവ് രീതി അനുവദിക്കുന്നില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആ കൊലപാതകത്തിന് വിധേയമായിട്ടുള്ള ശരത്തിന്റെ പിതാവ് സത്യനാരായണൻ ഇന്നൊരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഉദുമ MLAക്ക് ഇതിൽ പങ്കിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാ ചാനലുകളിൽ നോക്കി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഉദുമ MLAക്ക് പങ്കിടുന്ന കാര്യം. അപ്പോൾ തന്നെ ഗൂഢാലോചന എവിടെയാണ് നിൽക്കുന്നതെന്ന കാര്യം നമുക്കെല്ലാം തന്നെ അറിയാം. ഞങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നടത്താൻ വേണ്ടി ഉന്നതരായ ഈ നാട്ടിലൊരു അഭിഭാഷക സംഘത്തെ തന്നെ ഞങ്ങൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. യഥാർത്ഥ കുറ്റവാളികളെ, ആ കുറ്റവാളികളുടെ കയ്യിലേക്ക് ആയുധം കൊടുത്ത ആളുകളെ അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. എന്നാൽ മാത്രമേ സത്യം പുറത്തുവരൂ. CPM നിയന്ത്രിക്കുന്ന കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമില്ല. കൊല്ലപ്പെട്ടവരുടെ വീട് റവന്യൂ മന്ത്രി സന്ദർശിച്ചതിൽ CPM അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ലെന്നും മജീദ് മലപ്പുറത്ത് പറഞ്ഞു. ലോക്കൽ പോലീസിനെ വെച്ചുകൊണ്ട് അന്വേഷണം ഒരിക്കലും തൃപ്തികരമില്ല. ലോക്കൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് CPM ആണ്. ലോക്കൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയന്റെ ഓഫീസിലിരുന്നിട്ട് ശ്രീ ജയരാജനാണ് എന്ന പരമമായ സത്യം എല്ലാവർക്കും അറിയാം. അത് ലോക്കൽ പോലീസിനെ വെച്ചിട്ട് അന്വേഷണം പൂർത്തീകരിക്കാനൊക്കില്ല. ഗൂഢാലോചനക്കാരെ കിട്ടില്ല, കൊലപാതകം നടത്തിയവരെ കിട്ടില്ല, ആയുധം കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇത് CPMും പോലീസ് നടത്തുന്ന ഒരു കളിയാണ്. ഈ കളി തുറന്നെതിർക്കുകയും ഇതിന് ശരിയായ രീതിയിൽ അന്വേഷണം വരുന്നവരെ UDFും മുസ്ലിം ലീഗ് പാർട്ടിയും ശക്തമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകും. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഗവർണർ P സദാശിവം. രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ പേരിൽ രക്തം ചൊരിയുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്ന് ഗവർണർ പറഞ്ഞു. കൊല്ലത്ത് പൊതുപരിപാടിയിലായിരുന്നു ഗവർണറുടെ പരസ്യ വിമർശനം. We would not have seen the occurrence of political murders in our state. Similarly, if we had imbibed the spirit of Constitution, which requires us to abjure violence, we would never spill blood in the name of political differences, as it is undemocratic. പെരുന്നയിൽ ചെന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് തള്ളി NSS. CPMുമായി ചർച്ചയ്ക്ക് ആഗ്രഹമില്ലെന്നും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. NSSുമായി എപ്പോഴും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒരു ദൂതന്റെ ആവശ്യം ഇല്ല. NSSുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ സാധിക്കും. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആവർത്തിച്ചുള്ള സൗഹൃദക്ഷണം NSS വീണ്ടും തള്ളിക്കളഞ്ഞു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കണമെന്ന ആവശ്യം നേരത്തെ മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും ഫോണിലൂടെ പലതവണ NSS അറിയിച്ചിരുന്നു. അന്ന് അനുകൂലമായ പ്രതികരണമല്ല ഇരുവരിൽ നിന്നും ഉണ്ടായതെന്ന് G സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പിന്നീട് അത് സംബന്ധിച്ച് ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ NSS ശ്രമിച്ചിട്ടില്ല. അതിന് ആഗ്രഹവുമില്ല. അതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഇനിയും സുപ്രീംകോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചാൽ അത് നടപ്പാക്കുമെന്ന സർക്കാർ നിലപാട് ആരുടെയും ഔദാര്യമല്ല. വിധി അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസ വിഷയത്തിൽ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും. നിലപാട് തിരുത്തേണ്ടത് സർക്കാരാണെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത് ദൗർബല്യമായി കാണേണ്ടതില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഞങ്ങൾക്ക് NSSനോട് യാതൊരു ശത്രുതയില്ല എന്ന് വ്യക്തമാക്കാനാണ് ആ പ്രസ്താവന. ദൗർബല്യമായി NSS കരുതുന്നത്. ശബരിമല വിഷയം സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ഗവൺമെന്റ് എടുത്തിട്ടില്ല. സുപ്രീം കോടതിയാണ് തീരുമാനം. ന്യൂസ് 18 കോട്ടയം. പുൽവാമ മാതൃകയിലുള്ള ആക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് വീണ്ടും തയ്യാറെടുക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി. വിഘടനവാദികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും നൽകിയിരുന്ന സുരക്ഷ ജമ്മുകശ്മീർ പിൻവലിച്ചു. രാജ്യത്ത് ജവാന്മാർ മരിച്ചു വീഴുമ്പോൾ പ്രധാനമന്ത്രി സിനിമാ ഷൂട്ടിംഗിന്റെ തിരക്കിലാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി.
ഫെബ്രുവരി 14 നടത്തിയ ഭീകരാക്രമണത്തിന്റെ മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തിയേക്കുമെന്നാണ് വിവരം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. സൈന്യത്തിന് കരുതൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കശ്മീരിലെ വിഘടനവാദികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ആക്ടിവിസ്റ്റുകൾക്കും നൽകിയിരുന്ന സുരക്ഷ പിൻവലിച്ചു. 18 വിഘടനവാദി നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആക്ടിവിസ്റ്റുകളുമായ 155 പേരുടെയും സുരക്ഷയാണ് പിൻവലിച്ചത്. ജമ്മു കാശ്മീർ ചീഫ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് തീരുമാനം. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. രാജ്യത്ത് ജവാന്മാർ മരിച്ചു വീഴുമ്പോൾ പ്രധാനമന്ത്രി സിനിമാ ഷൂട്ടിംഗ് തിരക്കിലാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി. കശ്മീർ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിലുടനീളം രാത്രിയിൽ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ പട്ടാളം ആക്രമണം നടത്തി. രജോരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തതായി സൈനിക വക്താവ് അറിയിച്ചു. ഇന്നലെ വൈകുന്നേരം നൌഷേര സെക്ടറിൽ ഇന്ത്യൻ സൈനികർക്കു നേരെ പാകിസ്ഥാൻ മോർട്ടാർ ആക്രമണം നടത്തിയതായി പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ദേവീന്ദർ ആനന്ദ് പറഞ്ഞു. കശ്മീരിൽ അർദ്ധസൈനികരുടെ യാത്രകൾ ഇനി ആകാശമാർഗം. സുപ്രധാന റൂട്ടുകളിൽ CRPF അടക്കമുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളെ ഇനി മുതൽ ഹെലികോപ്റ്ററിലും വിമാനത്തിലുമാകും കൊണ്ടുപോവുക. 2500-ലേറെ CRPF സൈനികരെ റോഡ് മാർഗം കൊണ്ടുപോകുന്ന വിവരം ഭീകരർ അറിഞ്ഞതാണ് പുൽവാമ ആക്രമണത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അർദ്ധസൈനികരെ ഇനി ആകാശമാർഗം കൊണ്ടുപോയാൽ മതിയെന്ന തീരുമാനം. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരായ കേസ് ഡൽഹി പട്യാല ഹൌസ് കോടതി മാർച്ച് 7 പരിഗണിക്കും. അതേസമയം കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂർ റിവിഷൻ ഹർജി നൽകി. ഈ മാസം 4-ാം തീയതിയായിരുന്നു ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. കുറ്റപത്രത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെട്ടതിനാലാണ് കേസ് സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. റഫാൽ ഇടപാടിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അന്വേഷണ ആവശ്യം തള്ളിയതിനെതിരായ ഹർജികളാണ് പരിഗണിക്കുക. റഫാൽ വിധി പുറപ്പെടുവിച്ച പ്രത്യേക ബെഞ്ച് ചേരുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. കുട്ടികളിലെ വാക്സിനേഷൻ സംബന്ധിച്ച് അമ്മമാർക്കിടയിൽ കൃത്യമായ ബോധവൽക്കരണം നൽകണമെന്ന് ബോളിവുഡ് താരം കരീന കപൂർ. ആരോഗ്യരക്ഷാ സേവനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധ കുത്തിവയ്പ്പെന്നും താരം പറഞ്ഞു. രാജ്യത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ നെറ്റ്വർക്ക് 18-ഉം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചാരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കരീന. Most important thing I think a mother wants is the safety of her child, the well-being of her child. I think we all know that as a family, when you know that somebody falls sick, especially when a newborn or a child falls sick, I think the impact it's even worse than I think when an elder falls sick. KSRTCയിലെ മുൻ താൽക്കാലിക ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടതുമുന്നണി ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന മാർച്ച് സമരക്കാർ പിൻവലിച്ചു. AKG സെന്ററിൽ LDF കൺവീനറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഒരു മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന എംപാനൽ ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെയാണ് LDF അടിയന്തര ചർച്ചയ്ക്ക് സമരക്കാരെ വിളിച്ചത്. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുന്നതിനുള്ള മറ്റ് സാധ്യതകളാണ് ചർച്ച ചെയ്തത്. ഗതാഗത വകുപ്പ് മന്ത്രി എത്തിയ ശേഷം വീണ്ടും ചർച്ച നടത്തും. അതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരും. ക്ലിഫ് ഹൌസിലേക്ക് നിശ്ചയിച്ച മാർച്ച് പിൻവലിച്ചു. സമാധാനപരമായ സമരം മന്ത്രി വരുന്നത് വരെ ഞങ്ങൾ തുടരുകയാണ്. ഇല്ല, ക്ലിപ്പ് അത്തരം സമര മാർഗങ്ങളിൽ നിന്ന് പോയി ഇതുവരെ തുടർന്ന സമാധാനപരമായ സമരം ഞങ്ങൾ പ്രതിഷേധ സമരം അവിടെ തുടങ്ങും. നിയമപരമായി പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പിനും നിയമവകുപ്പിനും കൈമാറും. നിയമവകുപ്പിന്റെ കൂടി അംഗീകാരത്തിന് ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ. ഗവൺമെന്റുമായിട്ട് കൂടി ചർച്ചയുണ്ട്. അത്തരമൊരു ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക എന്നുള്ളതാണ് പൊതുവെ ഇടതുപക്ഷ മുന്നണിക്ക് അത്തരമൊരു സമീപനമാണ് ഇക്കാര്യത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സമരം ഒത്തുതീർപ്പാക്കാനാണ് LDF നീക്കം. കോർപ്പറേഷൻ പൊളിച്ചുമാറ്റിയ സമരപ്പന്തൽ സമരക്കാർ വീണ്ടും കെട്ടും. ന്യൂസ് 18 തിരുവനന്തപുരം.